ലോക്സഭയിലെ കേവല ഭൂരിപക്ഷത്തിൽ പ്രതിപക്ഷം ബി.ജെ.പിയെ പൂട്ടിയെന്ന് കരുതവർക്ക് തെറ്റി. അണിയറയിൽ നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്നൊരുക്കിയ ആ വൻ ചതുരംഗക്കളി ഇപ്പോൾ അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. ഭരണഘടന അപ്പാടെ മാറ്റി എഴുതാൻ പോകുന്ന ആ മാന്ത്രിക സംഖ്യയിലേക്ക് ബി.ജെ.പി ദൂരം കുറയ്ക്കുന്നത് എങ്ങനെയാണ്? പ്രതിപക്ഷ ക്യാമ്പുകളെ ഒന്നൊന്നായി നിശബ്ദമാക്കിക്കൊണ്ട് ഇന്ത്യൻ പാർലമെന്റിന്റെ അപ്പർ ഹൗസ് ആയ രാജ്യസഭ പിടിച്ചെടുക്കാൻ എൻ.ഡി.എ നടത്തുന്ന ആ അത്യപൂർവ നീക്കം, മണ്ഡല പുനർനിർണയം മുതൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം മാറ്റുന്ന വിപ്ലവകരമായ ബില്ലുകൾ വരെ, പാർലമെന്റിൽ വരാൻ പോകുന്ന ആ പ്രത്യേക സമ്മേളനത്തിൽ എന്ത് സംഭവിക്കും? പ്രതിപക്ഷത്തിന്റെ ഉറക്കം കെടുത്തുന്ന രാഷ്ട്രീയ നിരീക്ഷകരെ അമ്പരപ്പിക്കുന്ന ആ ഞെട്ടിക്കുന്ന കണക്കുകളും ബി.ജെ.പിയുടെ തന്ത്രങ്ങളും അറിയണമെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഞെട്ടിച്ച ആ അണിയറ കഥയിലേക്ക് സ്വാഗതം. മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ പ്രതിപക്ഷം വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ലോക്സഭയിൽ ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലെന്നും എൻ.ഡി.എ മുന്നണിക്ക് ഭരണഘടനാ ഭേദഗതികൾ വരുത്താൻ ആവശ്യമായ വൻ ഭൂരിപക്ഷം ഇല്ലെന്നുമായിരുന്നു അവരുടെ ആശ്വാസം. എന്നാൽ യഥാർത്ഥ കളിക്കാർ ഒരിക്കലും ഒരൊറ്റ വഴിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാറില്ല. ലോക്സഭയിലെ പ്രതിസന്ധികളെ മറികടക്കാൻ അമിത്ഷായും സംഘവും തിരഞ്ഞെടുത്തത് രാജ്യസഭ എന്ന അതിശക്തമായ കോട്ടയാണ്. സംസ്ഥാനങ്ങളിൽ നിന്നും ജനപ്രതിനിധികൾ എത്തുന്ന രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന്റെ പക്കലുണ്ടായിരുന്ന വജ്രായുധങ്ങളെ ഒന്നൊന്നായി ബി.ജെ.പി തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുകയാണ്. പ്രതിപക്ഷ സഖ്യത്തിലെ ആഭ്യന്തര തർക്കങ്ങളും പ്രാദേശിക കക്ഷികളിലെ പിളർപ്പുകളും കൃത്യമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എൻ.ഡി.എ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിപ്പാണ് ഇപ്പോൾ രാജ്യസഭയിൽ നടത്തുന്നത്. ഇത് വെറുമൊരു രാഷ്ട്രീയ വിജയം മാത്രമല്ല, വരാനിരിക്കുന്ന വലിയ നിയമനിർമ്മാണങ്ങൾക്കുള്ള കൃത്യമായ മുന്നൊരുക്കമാണ്. പരാജയപ്പെടാൻ സാധ്യതയുള്ള ഒരു ബില്ലും സഭയിൽ അവതരിപ്പിക്കില്ലെന്ന കടുത്ത വാശിയിലാണ് ഭരണപക്ഷം. അതുകൊണ്ട് തന്നെ കൃത്യമായ അംഗബലം ഉറപ്പാക്കിയ ശേഷം പ്രതിപക്ഷത്തെ നിഷ്പ്രഭമാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ പ്ലാൻ. ഇനി നമുക്ക് ആരും പറയാത്ത കൃത്യമായ കണക്കുകളിലേക്കൊന്ന് കടക്കാം. നിലവിൽ 245 അംഗങ്ങളുള്ള രാജ്യസഭയിൽ എൻ.ഡി.എ മുന്നണിക്ക് കൽപ്പിക്കപ്പെടുന്ന കരുത്ത് എത്രയെന്നറിയാമോ? 148 അംഗങ്ങളുടെ ശക്തമായ പിന്തുണ നിലവിൽ എൻ.ഡി.എക്കുണ്ട്. എന്നാൽ ഇതുകൊണ്ടൊന്നും ബി.ജെ.പി തൃപ്തരല്ല. ഏറ്റവും ഒടുവിൽ ജാർഖണ്ഡിൽ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി അട്ടിമറി വിജയം നേടിയത് പ്രതിപക്ഷ ക്യാമ്പിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ വിജയത്തോടെ ബി.ജെ.പിയുടെ ആത്മവിശ്വാസം വാനോളം ഉയർന്നു. വരാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിലൂടെ കുറഞ്ഞത് 3 സീറ്റുകൾ കൂടി എൻ.ഡി.എ അനായാസം സ്വന്തമാക്കുമെന്നാണ് പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതോടെ എൻ.ഡി.എയുടെ അംഗബലം 151 ഉയരും. ഇവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൽ ഉണ്ടായ ആഭ്യന്തര കലഹങ്ങളെ തുടർന്ന് 3 പ്രതിനിധികളാണ് രാജിവെച്ചത്. ഈ ഒഴിവുകളിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ കൂടി ബി.ജെ.പി വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യം ബി.ജെ.പിക്ക് അനുകൂലമാകുന്നതോടെ എൻ.ഡി.എയുടെ ആകെ സീറ്റുകളുടെ എണ്ണം 154 എത്തും. ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ ആവശ്യമായ ആ മാന്ത്രിക സംഖ്യ എത്രയാണ്? അത് 163 അതായത് 154 സീറ്റുകൾ സ്വന്തമാക്കുന്ന എൻ.ഡി.എക്ക് ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ ഇനി വേണ്ടത് വെറും 9 സീറ്റ് മാത്രം. ഈ 9 സീറ്റുകൾ ബി.ജെ.പി എങ്ങനെ ഒപ്പിക്കും എന്നതിലാണ് ഇന്ത്യ ഉറ്റുനോക്കുന്ന ആ വൻ സസ്പെൻസ് ഒളിഞ്ഞിരിക്കുന്നത്. ബി.ജെ.പിയുടെ ഈ കുതിപ്പിന് വഴിമരുന്നിട്ടത് പ്രതിപക്ഷ നിരയിലെ അവിവേകവും ഭിന്നതകളുമാണ്. രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നായ ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടിയിൽ ഇപ്പോൾ വലിയൊരു ഭൂകമ്പമാണ് നടക്കുന്നത്. അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് എസ്.പിയിൽ ഒരു വിഭാഗം പ്രമുഖ നേതാക്കൾ ബി.ജെ.പി പാളയത്തിലേക്ക് മാറാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നു കഴിഞ്ഞു. ഉത്തർപ്രദേശ് പോലെ ഒരു വലിയ സംസ്ഥാനത്ത് സമാജ്വാദി പാർട്ടി കേൾക്കുന്ന ഈ പ്രഹരം രാജ്യസഭയിൽ അവരുടെ കരുത്ത് പൂർണ്ണമായും തകർക്കും. ഇതിനെല്ലാം പുറമെ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ പിളർപ്പിന്റെ ശബ്ദങ്ങൾ ശക്തവുമാണ്. മമതയുടെ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് ബി.ജെ.പി തങ്ങളുടെ അംഗബലം വർദ്ധിപ്പിക്കുമ്പോൾ പ്രതിപക്ഷം വെറും കാഴ്ചക്കാരായി നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത്. പുതിയ മുന്നണി കക്ഷികളെ കൂടെ കൂട്ടുന്നത് അതിനു പകരം പ്രതിപക്ഷ നിരയിലെ ഈ വിള്ളലുകൾ അതിവിദഗ്ധമായി പ്രയോജനപ്പെടുത്താനാണ് ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം തന്ത്രങ്ങൾ മെനയുന്നത്. ഇനി പറയാൻ പോകുന്നതാണ് അമിത്ഷായുടെ ഏറ്റവും ബുദ്ധിപരമായ തന്ത്രം. സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ സ്വന്തമായി വോട്ടുകൾ ഉണ്ടാക്കുക എന്നത് മാത്രമല്ല വഴി, മറിച്ച് പ്രതിപക്ഷത്തിന്റെ വോട്ട് ബാങ്ക് തന്ത്രപരമായി കുറയ്ക്കുക എന്നതും ഒരു അടവാണ്. ഭരണ പ്രതിപക്ഷ മുന്നണികളിൽ ഉൾപ്പെടാത്ത ചില പ്രാദേശിക കക്ഷികളുണ്ട്. ഒഡീഷയിലെ ബി.ജെ.ഡി, ആന്ധ്രയിലെ വൈ.എസ്.ആർ കോൺഗ്രസ്, മായാവതിയുടെ ബി.എസ്.പി തുടങ്ങിയ പാർട്ടികൾ പല സുപ്രധാന വോട്ടെടുപ്പ് വേളകളിലും സഭയിൽ നിന്നും വിട്ടു നൽകാറുണ്ട്. ഇതിനു പുറമെയാണ് തമിഴ്നാട്ടിലെ ഡി.എം.കെയുടെ തന്ത്രപരമായ നീക്കം. വരാനിരിക്കുന്ന മണ്ഡല പുനർനിർണയത്തിൽ ഡി.എം.കെ ശക്തമായി എതിർക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയമായ ചില സമ്മർദ്ദങ്ങൾ കാരണം വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്താണ് ഇത്തരം വിട്ടുനിൽക്കലുകൾ കൊണ്ടുള്ള ഗുണം?
ഭരണഘടനയുടെ 368 അനുച്ഛേദം അനുസരിച്ച് ഒരു പ്രത്യേക ഭരണഘടനാ ഭേദഗതി ബിൽ പാസ്സാക്കണമെങ്കിൽ സഭയിലെ ആകെ അംഗങ്ങളുടെ പകുതിയിലധികം പേരുടെ പിന്തുണയും അതോടൊപ്പം വോട്ട് രേഖപ്പെടുത്തുന്ന അംഗങ്ങളിൽ 2 ഭാഗത്തിന്റെ അനുകൂല വോട്ടും അനിവാര്യമാണ്. പ്രതിപക്ഷത്തെ പ്രമുഖ കക്ഷികൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുമ്പോൾ സഭയിലെ ആകെ വോട്ടിംഗ് ശതമാനം താഴേക്ക് പോകും. ഇത് ഭരണപക്ഷത്തിന് 2 ഭൂരിപക്ഷം എന്ന ലക്ഷ്യം വളരെ എളുപ്പത്തിൽ കൈവരിക്കാൻ സഹായിക്കും. അതായത് നേരിട്ട് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും പ്രതിപക്ഷത്തിന്റെ വിട്ടുനിൽക്കൽ BJPയുടെ വിജയത്തെ സുഗമമാക്കും. രാജ്യസഭയിൽ ഈ മാതൃക സംഖ്യ തികയുന്നതോടെ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന ആ വൻ പദ്ധതികൾ എന്തൊക്കെയാണ്? രാജ്യം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ചരിത്രപരമായ നിയമനിർമ്മാണങ്ങൾക്കായി ഒരു പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കലാണ് ഭരണപക്ഷം പദ്ധതിയിടുന്നത്. മുമ്പ് ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ നമ്മൾ കണ്ടതാണ്. അതിശക്തമായ നിയമ പോരാട്ടങ്ങളിലൂടെയും രാഷ്ട്രീയ നീക്കങ്ങളിലൂടെയുമാണ് BJP അത് വിജയിപ്പിച്ചെടുത്തത്. എന്നാൽ അതിനേക്കാൾ വലിയ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തെയും അതിരുകളെയും എല്ലാം ഒറ്റയടിക്ക് മാറ്റിമറിക്കാൻ പോകുന്ന മണ്ഡല പുനർനിർണയ ബിൽ അതാണ് വരാൻ പോകുന്നത്. ഇന്ത്യയിലെ ലോക്സഭ, നിയമസഭ മണ്ഡലങ്ങളുടെ അതിരുകൾ പുനർനിർണയിക്കുന്ന ഈ ബില്ല് പാസ്സാക്കണമെങ്കിൽ ഭരണഘടന മാറ്റി എഴുതേണ്ടി വരും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ഈ ബില്ല് പാസ്സാക്കാൻ രാജ്യസഭയിലെ ഓരോ വോട്ടും BJPക്ക് അത്രമേൽ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് രാജ്യസഭയിലെ ഈ വൻ മുന്നേറ്റം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ക്ലൈമാക്സ് ആയി മാറുന്നത്. പ്രതിപക്ഷത്തിന്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുക്കുകയാണ്. ലോക്സഭയിലെ തടസ്സങ്ങൾ രാജ്യസഭയിലെ അതിശക്തമായ മുന്നേറ്റത്തിലൂടെ BJP മറികടക്കുമ്പോൾ ഇന്ത്യൻ പാർലമെന്റ് ചരിത്രപ്രസിദ്ധമായ പുതിയ തീരുമാനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. പ്രതിപക്ഷ നിരയിലെ വിള്ളലുകളും തന്ത്രപരമായ രാഷ്ട്രീയ നീക്കങ്ങളും വഴി 163 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് NDA എത്തുമ്പോൾ ഇന്ത്യയിൽ പുതിയൊരു രാഷ്ട്രീയ യുഗപ്പിറവിയായിരിക്കും സംഭവിക്കുക. ഒരു പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിലൂടെ വരാൻ പോകുന്ന വലിയ പ്രഖ്യാപനം എന്തായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും കാണും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.